അതൊക്കെ അവൾക്കുണ്ട്. ഞാനിപ്പോ ചിന്തിക്കുന്നത് അതല്ല. കാലിന് വന്ന വയ്യായ്ക മാറാതെ കല്യാണം ഇനി എങ്ങനെ നടത്തും? അത് നീളില്ലേ അമ്മേ? നീളട്ടെ, എല്ലാം ഭേദമായിട്ട് മതി ഇനി ആലോചിക്കുന്നത്. ഒരു കണക്കിന് ഈ അപകടം നന്നായെന്നേ ഞാൻ പറയൂ. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലേ അത് ഈ അപകടത്തോടെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതെനിക്കും തോന്നാതിരുന്നില്ല. എനിക്കും തോന്നി അമ്മേ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു തടസ്സവും ഇല്ല. വഴി നല്ലോണം ക്ലിയർ ആയി. അതെ അതെ. ആ പിന്നെ അവൻ ഡിസ്ചാർജ് ആവാൻ പോകുന്ന വിവരം ആ മൂശേട്ട അറിയണ്ട. ഇറങ്ങാതിരിക്കാൻ വല്ല വഴിയുണ്ടോന്ന് അവൾ നോക്കും. ഞാൻ പറയൂ മുത്തശ്ശി, എനിക്കറിഞ്ഞൂടെ എന്താ വേണ്ടേന്ന്. നോക്ക്, പെണ്ണിന്റെ ഒരു ഉത്സാഹം. അത് പിന്നെ ഇല്ലാതിരിക്കോ പാർവതി? ആരാ വരുന്നത്? അവളുടെ ചെറുക്കനല്ലേ. ഉത്സാഹം ഉണ്ടാവും, ഉണ്ടാവണം. ആ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ ചായ എടുക്കും പാർവതി. വാ. ചേച്ചി, നമുക്കൊന്ന് ആശുപത്രി വരെ പോണ്ടേ ശരത്തിനെ കാണാൻ? ഡിസ്ചാർജ് ചെയ്യാൻ പോവാണെന്ന് കേട്ടു. അതെ, അതുകൊണ്ട് തന്നെയാ പോവാന്ന് പറഞ്ഞത്. വെറുതെ പോവല്ല, ഒരു സമ്മാനവും കൊടുക്കാം. സമ്മാനോ? അത് ഈ അവസ്ഥയില് അത് വേണോ? വേണം. എന്നാ പോയിക്കളെ. ഈ ദൈവം എന്ന് പറയുന്ന ആളെ എത്ര മഹാന അല്ലേ ചേച്ചി? അളന്ന് തൂക്കിയല്ലേ ഓരോന്നിനും തിരിച്ചടി കൊടുക്കുന്നേ. അതുകൊണ്ടൊന്നും അവൻ പാഠം പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മോളെ. ലക്ഷ്യങ്ങൾ മുഴുവൻ നേടാതെ ശരത്ത് അടങ്ങില്ല. ബുദ്ധിയുണ്ടെങ്കിലേ ഇനി ഒതുങ്ങുന്നത് അവന് നല്ലത്. ഇല്ലെങ്കിൽ ഇനി കിടക്കുന്നത് മോർച്ചറിയിലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും പോലീസിനോട് ആരെയും സംശയമില്ലെന്ന് അവൻ പറഞ്ഞത്? സംശയമില്ലാത്തതുകൊണ്ടായിരിക്കും എന്നാണോ നീ കരുതുന്നത്?